ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ച് ജർമ്മനിയിൽ എത്തിയിട്ട് ഏകദേശം ഒരു മാസമായി. ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയവും സന്ദർഭമൊക്കെ കിട്ടിയത്. കാരണം ഞാൻ മെയ് 9-ന് ഫ്ലൈറ്റ് കയറി, മെയ് 10-നാട്ടോ ജർമ്മനിയിലെത്തിയത്. അപ്പോൾ ആദ്യത്തെ 10 ദിവസം, ഈ മാസത്തെ ആദ്യത്തെ 10 ദിവസം ഓൾറെഡി പോയതുകൊണ്ട് തന്നെ എനിക്ക് വർക്കും സ്റ്റഡീസും എല്ലാം കൂടെ ഭയങ്കര കുറച്ച് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഒന്നിനും പറ്റാതെ പോകുന്നത്. ഇപ്പം ഇതാ ഞാൻ ഈ ജൂൺ മാസം ആയ പിന്നെയാണ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ഈ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ട് ഫോണിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലധികമായി. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് സോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എൻ്റെ സന്തോഷം അറിയാലോ. തിരിച്ചു വരാനുള്ള ഫ്രണ്ട്സ് പാർട്ട് നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എൻ്റെ വിഷമം മനസ്സിലാവുന്നുണ്ടല്ലോ. എല്ലാ പ്രവാസികളും ഇങ്ങനെയായിരിക്കും. വീട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ പ്രവാസ ജീവിതത്തിലേക്ക് വീണ്ടും പോകുമ്പം അത്ര ഹാപ്പി ഒന്നും ആയിരിക്കില്ല. ബട്ട് നമുക്ക് പോയേ പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മളെ നമ്മുടെ വെക്കേഷൻ തീർന്നു. നമ്മളിതാ തിരിച്ച് നമ്മുടെ ജോലികളിലേക്കും പഠിത്തത്തിലേക്കൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ വിഷമങ്ങളുണ്ട് എങ്കിൽ കൂടി നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളങ്ങോട്ട് മൂവ് ഓൺ ചെയ്യാണ്. ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഹോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുക. അതേ ഉള്ളൂ വഴി. അപ്പോൾ നമ്മളിതാ ഫ്രാങ്ക്ഫർട്ടിലേക്കാട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. എനിക്ക് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഏകദേശം 9 hours ട്രാവൽ ഉണ്ട് എൻ്റെ റോസ്റ്റോക്കിലോട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് IC ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ ഹോഫ്ബാനോഫിലോട്ട് പോവുകയാണ്. അവിടുന്ന് ഡയറക്റ്റ് IC അല്ല, ബെർലിനിലെത്തി ഒരു IC മാറി കയറാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ സ്റ്റുഡൻറ് ഹോമിലേക്ക് എത്തി.